ആര്യ പ്ലീസ് വെറുതെ ഒച്ച വെച്ച് എൻ്റെ ലൈഫ് ഇല്ലാതാക്കരുത്. എനിക്കൊരു കുടുംബമുണ്ട്. ഹായ് സർ, ആക്ച്വലി ഞാൻ കുറേ നേരമായിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുക, പക്ഷെ കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാർ ഏത് വഴിയാണ് പോകുന്നത്? ഞാൻ കഴക്കൂട്ടം വഴിയാണ് പോകുന്നത്. അയ്യോ സർ, ഞാനും ആ വഴിയാണ് പോകുന്നത്. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് ലിഫ്റ്റ് തരുമോ? അതിനെന്താ, കയറിക്കോ. താങ്ക് യു സർ. താനാ സീറ്റ് ബെൽറ്റ് ഇട്ടേക്ക്, ഇല്ലെങ്കിൽ പെറ്റി കിട്ടും. എക്സ്ക്യൂസ് മീ, വണ്ടിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നോ താങ്ക്സ്. ഹലോ, എടാ നീ എവിടെയാ? എൻ്റെ വണ്ടി പങ്ക്ചറായി, എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമോ? എടി, എനിക്കിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതുപോലെ ഞാൻ ഫ്രീ ആണെങ്കിൽ ഒരു 2 hours എടുക്കും. എടാ ഒന്നാമത് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ യാർ. എടി, നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. നീ ഒരു കാര്യം ചെയ്യും, ഒരു ക്യാബ് ഓട്ടോ പിടിച്ച് പോകാൻ നോക്ക്. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. ഓക്കെ? എടോ, ഒന്നാമത് ഒരു ഓട്ടോ പോലും കിട്ടാത്ത സ്ഥലമാണ്. എനിക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പ് ഇവിടെ അപ്പുറത്തുണ്ട്. ഇത് ശരിയാക്കാന്നുള്ളതല്ലേ ഉള്ളൂ. എടോ, താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ പഞ്ചറൊട്ടിച്ച് തന്നെ തിരിച്ചു ഇവിടെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്താൽ പോരെ? താ ഇത് പിടിച്ചോണ്ട് പുറകെ ഇരുന്നാൽ മതി. കേരളോ? ഓ, സത്യം പറഞ്ഞാൽ ഞാൻ എത്ര നേരമായെന്നറിയോ ആ പൊരി വെയിലത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരൊറ്റ ഓട്ടോ പോലും നിർത്തിയില്ല. താങ്ക് യു സോ മച്ച് സാർ. എൻ്റെ പേര് അരുൺ എന്നാണ്, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, എൻ്റെ പേര് ആര്യ. ആ, അരുൺ എന്ത് ചെയ്യുന്നു? ഞാനോ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊള്ളാലോ, ഞാനും അവിടെ വർക്ക് ചെയ്യുന്നത്. ആ, അരുൺ എവിടെ താമസം? ഞാൻ ആക്ച്വലി കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. വൈഫ് ഹൗസ് പേട്ടയിലാണ്. ഓ, കല്യാണം കഴിഞ്ഞോ? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? അല്ല, അരുണെ കണ്ട അത്ര ഏജ് തോന്നിക്കത്തില്ല. ചുമ്മാ. സത്യം, ഞാൻ എന്നെ കള്ളം പറയുന്നേ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചു, സത്യം പറയൂ. ഈ സ്ട്രേഞ്ചേഴ്സ് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ പേടി തോന്നത്തില്ലേ? എന്തിനാ പേടിക്കുന്നത്? ആര്യ എന്താ വല്ല കൊള്ളക്കാരി പറ്റോ? അങ്ങനെയല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ കരുതി പെണ്ണായിട്ട് നിർത്തിയായിരിക്കും. ഹേയ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ആർക്കും ചെയ്യും, അതിപ്പോ ആണായാലും പെണ്ണായാലും. നൈസ്. അതായത് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ എത്തും. താ എന്തിനാ ഇവിടെ നിർത്തിയേ? വണ്ടി ഇറങ്ങി. എവിടെ പോണ്ടി? നിക്കടി, ഒച്ച വെച്ച കൊന്നള ഞാൻ. നിന്റെ മാലയും മോതെ കൂടി ഊറി വിട്ടുന്നു. നിന്റെ പേഴ്സ് മൊബൈൽ എല്ലാം എടുക്ക്. നിന്നെയൊക്കെ കൊണ്ടുപോകാൻ എത്തിയിട്ടുണ്ട്. ഇനി നിന്റെയൊക്കെ സഹായിക്കാനുള്ള മനസ്സൊക്കെ അവരൊക്കെ ലോക്കപ്പെട്ട് തീർത്തു തരും കേട്ടോ. അരുണ റൈറ്റ് ഒന്ന് എടുക്കോ? എന്ത് പറ്റി? എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഡോക്യുമെന്റ് മേടിക്കാനുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അരുൺ ഇത് അവിടെ നിർത്തിയാൽ മതി. ഇതാണോ ഫ്രണ്ടിന്റെ വീട്? താൻ കാശെടുക്ക്. എന്താ? താൻ മര്യാദയ്ക്ക് കാശെടുക്കടോ. ഞാനെന്തിനാ നിനക്ക് കാശ് തരുന്നത്? താൻ കൂടുതൽ സംസാരിക്കാനും നിൽക്കണ്ട. മര്യാദയ്ക്ക് ഫോണും പേഴ്സും തന്നില്ലെങ്കിലേ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ വലിച്ചൂരി താൻ എന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഈ റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും. താൻ എന്തൊക്കെയായി പറയുന്നത്? കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഫോൺ പേഴ്സ് കൊടുക്കടോ.
അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെക്കും. വേണോ? അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. ആര്യ ആര്യ പ്ലീസ്, വെറുതെ ഒച്ച വെച്ചെൻ്റെ ലൈഫ് ഇല്ലാതാക്കരുത്. എനിക്കൊരു കുടുംബമുണ്ട്. അപ്പൊ തനിക്ക് പേടിയുണ്ടല്ലേ? മര്യാദക്ക് ഫോണും പേഴ്സിൽ പോവാൻ നോക്കടാ. ആര്യ ആര്യ പ്ലീസ്, ഈ ഫോണും പേഴ്സും ഒക്കെ തരുന്നതിന് മുമ്പ് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരട്ടെ. ഇത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വെച്ചതാ. ഇത്രയും നേരം നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ അതെ ഇതിനകത്തുണ്ട്. എന്താടി ഇപ്പൊ നിനക്കൊന്നും പറയല്ലേ? വിളിക്കടി പോലീസിനെ, നാട്ടുകാരെ ആരെയാന്ന് വെച്ചാ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. പ്ലീസ് വേണ്ട. അപ്പൊ നിനക്ക് പേടിയൊക്കെ ഉണ്ടല്ലേ? നീയൊക്കെ ഒന്ന് ഒച്ച വെച്ചാ ഇന്നാട്ട നിയമവും കോടതിയൊക്കെ നിന്റെ കൂടെ നിൽക്കാനുള്ള ധൈര്യമുള്ളതുകൊണ്ടല്ലേ ഇമാതിരിയാണെന്ന് കാണിച്ചുകൂടെ ഇറങ്ങുന്നത്. നിന്നെപ്പോലുള്ള ഓരോ അവളുമാരെ കാരണമാടി ഞങ്ങളെപ്പോലുള്ളവർക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പ്ലീസ്, ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ വെറുതെ വിട്ടാ നീയൊക്കെ ഇനി ഇതുപോലെ പലരുടെയും ജീവൻ നശിപ്പിക്കാൻ ഇറങ്ങും. അതുകൊണ്ട് ഇത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. ഇറങ്ങി പോയി. അപരിചിതർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതും അപരിചിതരുടെ പക്കൽ നിന്ന് ലിഫ്റ്റ് വാങ്ങുന്നതും കഴിവതും ഒഴിവാക്കുക. ഇനി ലിഫ്റ്റ് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്കായി ഈ കാര്യങ്ങൾ ചെയ്യുക. ലിഫ്റ്റ് നൽകുന്ന വ്യക്തിയുടെ ഫോട്ടോയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ചിത്രവും മൊബൈലിൽ പകർത്തുക. വണ്ടിയുടെ ലൈവ് ലൊക്കേഷനും പകർത്തിയ ചിത്രങ്ങളും വാട്സാപ്പ് വഴി തൊട്ടടുത്തുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്യുക. ഇനി അപരിചിതർക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾ ലിഫ്റ്റ് നൽകുകയാണെങ്കിൽ യാത്രയുടെ ദൃശ്യങ്ങൾ ഡാഷ് ക്യാമറ വഴിയോ മൊബൈൽ ക്യാമറ വഴിയോ പകർത്തുക. ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സ് നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ സേഫ്റ്റി ആദ്യം ഉറപ്പുവരുത്തുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഇനി ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സുരക്ഷയ്ക്കായി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന